CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതി ചേർക്കാനുള്ള SFIയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യത്തിനു വേണ്ടി SFIO നടത്തുന്ന നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്ന് MP ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചു. പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതി ചേർക്കാനുള്ള SFIOയുടെ തീരുമാനം CPIMനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. SFIOയിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെയാണെന്നും ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Well, we've already stated it earlier also. If they think they can target the chief minister by doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. Will party fight it? But she has been made an accused in the complaint, so now we have to go to court also. How does the So I party said feel we will fight politically and legally. SFIOയുടെ നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് CMRL ഫയൽ ചെയ്ത കേസ് ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ വിധി പറയുന്നതിന് മുമ്പ് വീണയെ പ്രതി ചേർക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. SFIയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിപ്പോഴും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ CPMനെതിരെ കൊണ്ടുവന്ന വ്യാജ ആരോപണങ്ങളുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള നടപടിയെന്നും CPI നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനകത്ത് ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്. ഈ കേസിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ 4 കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവസാനിച്ച കേസാണ് ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ലെങ്കിൽ മറ്റെന്ത് പേരാണ് ഇത് വിളിക്കേണ്ടത്? ഇതിൻ്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ. ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിഫല ശ്രമം നടത്തുകയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കുമൊക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പം അതിൽ നിന്ന് ശബ്ദം മുഴുവൻ തിരിച്ചുകൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ടാവും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചു കൊടുന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ പുറപ്പെടേണ്ട. ഞങ്ങൾ ഇതുപോലെ പലതും കണ്ട് വളർന്നിട്ടുള്ളവരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ ഉയർന്നു വന്ന കരുത്തനായ നേതാവാണ്. അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും BJPയും കോൺഗ്രസും അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്നും കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാമെന്നും CPMനെ ദുർബലപ്പെടുത്താമെന്നും കരുതണ്ട. കൂടുതൽ കരുത്ത് നേടി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്ത് നേടും. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും 4 കോടതികൾ, 3 വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും വളരെ വ്യക്തമായി തന്നെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള കേസാണ്. മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധി എഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ മറ്റൊരു ഘട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഡൽഹിയിലെ BJP സർക്കാരിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും എതിർപ്പുള്ള ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. BJPയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ നിരയിലെ
നേതാക്കളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് BJPയുടെയും കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ന്യൂസ് ബ്യൂറോ, മധുര.